MGM റേഡിയോ ക്ലബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹാർദമായ സ്വാഗതം. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച ദേശീയ രക്ഷാകർതൃ ദിനമായി ആചരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് MGM മോഡൽ സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ വി ഹരദേവ് സാർ നൽകിയ സന്ദേശം. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ച നാഷണൽ പേരൻസ് ഡേ. ഇന്ത്യ രാജ്യം മുഴുവൻ മാതാപിതാക്കളെ ഓർക്കുകയും ബഹുമാനിക്കുകയും ആദരവുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ദിവസം. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം മാതാപിതാക്കളെ ഓർമ്മിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. എന്താണ് മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി ചെയ്തത്? എന്താണ് മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി തന്നത്? മാതാപിതാക്കന്മാർക്ക് വളരെയേറെ ആദരവും ബഹുമാനവും കൊടുക്കുന്നതാണ് ലോകത്തിലുള്ള വികസ്വര രാജ്യങ്ങളിലുള്ള എല്ലാ സംസ്കാരങ്ങളും. ഒരു സംസ്കാരം വലുതാണോ എന്നറിയണമെങ്കിൽ അവരുടെ മാതാപിതാക്കളെ എങ്ങനെ സ്നേഹിക്കുന്നു, എങ്ങനെ ബഹുമാനിക്കുന്നു, എങ്ങനെ ആദരിക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ഭാരതീയ സംസ്കാരം മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. മാതാവിലൂടെയും പിതാവിലൂടെയും ആണ് പരിപൂർണതമായ ദൈവത്തിലേക്ക് സ്വയം തിരിച്ചറിവിലേക്കും ചേരാൻ സാധിക്കുന്നത്. തിരിച്ചറിവിലേക്കും ആത്മീയതയിലേക്കുമുള്ള നേർ വഴി കൈപിടിച്ച് നടത്തുന്നവരാണ് മാതാപിതാക്കൾ. ക്രിസ്ത്യാനിറ്റിയും മാതാപിതാക്കന്മാരെ കുറിച്ച് ഇതേ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. നീ നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ് ദേവകൽപ്പനയിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമും അതേ പ്രാധാന്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്കാരവും മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ നീ ദൈവത്തെ സന്തോഷിപ്പിക്കുക, ആനന്ദിപ്പിക്കുക. അതിനുള്ള പ്രതിഫലം വലുതാണെന്നാണ് ഇസ്ലാം മതം ഓർമ്മിപ്പിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞു ജനിച്ച് വളർന്ന് വരുന്നത് വരെ എന്തെല്ലാം ത്യാഗമാണ് മാതാവ് സഹിക്കുന്നത്, ഏറ്റെടുക്കുന്നത്. സ്വന്തം മക്കൾ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തമായ വ്യക്തിത്വത്തിന് ഉടമയാകാനും സഹജീവികളോട് സഹാനുഭൂതിയും സഹവർത്തിത്വവും നന്മയും ഉള്ളവരാക്കി വളർത്തിയെടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വവും ഓരോ മാതാപിതാക്കളിലും നിക്ഷിപ്തമാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു സ്ത്രീ പുതിയ ഒരു ഉണർവ്, ഒരു പക്വത ഉണ്ടാകുന്നു സ്ത്രീക്ക്. പ്രിയപ്പെട്ട അച്ഛൻ ഒരു മെഴുകുതിരി പോലെ മക്കൾക്ക് വേണ്ടി വലിയ ദർശനങ്ങളും സ്വപ്നങ്ങളും കൊടുത്ത് സ്വയം എരിഞ്ഞണയുന്നു. വായനയുടെ ലോകത്തിലേക്കും ചിന്തയുടെ ലോകത്തിലേക്കും ഒക്കെ മക്കളെ കൈപിടിച്ച് നടത്തുന്നത് പലപ്പോഴും കുടുംബത്തിലെ പിതാവാണ്. അച്ഛനെയും അമ്മയെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമ്മെ ചുമന്നവരെ നമ്മൾ ചുമക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും അവരുടെ നേരെ വിരൽ ചൂണ്ടുകയോ കയർക്കുകയോ കൈനീട്ടുകയോ ഷൗട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ദൈവത്തിന് തൊട്ട് താഴെ ആണ് മാതാപിതാക്കളെ പ്രതിഷ്ഠിക്കേണ്ടത്. അവർക്ക് വേണ്ടി ജീവിക്കണം. വാർദ്ധക്യം പല കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകാം. അതൊന്നും ഒരു കുറ്റവും കുറവും ആയി കാണാതെ നമ്മളും വൃദ്ധരാകും എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അവരോട് സമീപിക്കണം, അവരോട് പെരുമാറണം. നമ്മുടെ ഭാരതീയ സംസ്കാരം തന്നെ മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. നമ്മുടെ പിതാക്കന്മാരെ ബഹുമാനിപ്പിക്കുമ്പോഴാണ് നാം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോഴും ആദരിക്കുമ്പോഴുമാണ് നാം നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും ആയി തീർന്നു എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ജൂലൈ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയായ നാഷണൽ പേരൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാവരെയും എൻ്റെ അഭിനന്ദനങ്ങളും ആശീർവാദങ്ങളും അറിയിച്ചു കൊള്ളുന്നു.